പിന്നെ നമുക്ക് പാരമ്പര്യമാണോ ഷുഗർ? പാരമ്പര്യത്തിൽ വരാം, കറക്റ്റാണ്. നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിൽ നല്ല ശതമാനവും ചാൻസ് ഉണ്ട് മക്കൾക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ഷുഗർ വരാൻ. അത് നേരത്തെ നമുക്ക് ഷുഗർ വരാൻ പോകുന്നതിനെ പ്രതിരോധിച്ച് നിർത്താൻ പറ്റുമോ, നേരിട്ട് നിർത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? കൃത്യമായ ചിട്ടയായ ജീവിത ശൈലികളിലൂടെ. എങ്ങനെ? മധുരത്തിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. നമ്മൾ എല്ലാ ദിവസവും മധുരം ഉപയോഗിക്കുന്നവരാണ്. അത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. എല്ലാ ദിവസവും പഞ്ചസാര പോലും നമ്മൾ മിനിമം ഒരു 4 സ്പൂണെങ്കിലും ഉപയോഗിക്കുന്നവരല്ലേ എല്ലാവരും? ചായയിൽ എത്ര സ്പൂൺ പഞ്ചസാര വേണം എല്ലാവർക്കും? ഒരു ദിവസം എത്ര ചായ കുടിക്കും? നമ്മളായിട്ടിട്ട് കുടിക്കുന്നത് എത്ര? നമ്മളെ കുടിപ്പിക്കുന്നത് എത്ര? പോകുമ്പോൾ കിട്ടുന്നത് എത്ര? ചായകളുടെ എണ്ണത്തിൽ തന്നെയായി നമുക്കൊരാഴ്ച കഴിക്കാനുള്ള ഷുഗറിൻ്റെ ഇത് ഒരു ദിവസം കൊണ്ട്. ഇങ്ങനെയാണ് പല സാഹചര്യത്തിലും നമ്മൾ മലയാളികൾക്ക് ഷുഗർ കൂടുന്നതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ചായ, പാൽ ചായ മാത്രം മതിയോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടൻ, ഉറക്കം വരാതിരിക്കാൻ, എനർജി കിട്ടാൻ. കഫീൻ അഡിക്ഷനാണിത്. നമ്മുടെ ഇവർ പുകവലിക്കുകയും സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കള്ള് കുടിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ അപരാധമാണ്. പക്ഷെ ചായ എത്ര വേണേലും കുടിക്കാം, അങ്ങനൊന്നുമില്ല. ചായ അഡിക്ഷനാണ്. ഇതേ ദുശീലത്തിൽ പെടുന്നൊരു സാധനമാണ് ചായ.